മധുമോഹന്റെ മരണത്തിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യുക. ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യുക. ബാങ്ക് അടച്ചുപൂട്ടുക. ശരി, ബ്രാഞ്ച് അടച്ചുപൂട്ടുക. കാരണം അന്വേഷിക്കുക. ഈ കുറുമശ്ശേരി ജംഗ്ഷനിലെ ഈ കേരള ബ്രാഞ്ചിന്റെ മുമ്പിൽ സമരവുമായി എത്തിയിരിക്കുന്നത് ഈ കുറുമശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ കുറുമശ്ശേരി ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിഞ്ഞു പോയത്. ആ ചെറുപ്പക്കാരൻ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിന് കുടിശ്ശിക വന്നപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ അത് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് വേണ്ടി 15 ദിവസം കാലതാമസം ചോദിച്ചിട്ട് അതിന് പോലും കാലതാമസം നൽകാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെന്ന് ആ വീടിന് ജപ്തി നോട്ടീസ് നൽകി ജപ്തി നാളെ ചെയ്യുമെന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പേരിലാണ് ഈ മധുമോഹൻ എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് പ്രേരണയായി ആത്മഹത്യ ചെയ്തത്. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനോടകം ആവശ്യപ്പെടുകയും ആ കുടുംബത്തെ സംരക്ഷിക്കുകയും വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് ഒരു കാര്യം പറയും. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ജപ്തി നടത്തില്ല എന്നാണ് പറയുന്നത്. ജപ്തി നടത്താൻ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വീട്ടുകാരെ പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ജപ്തി ചെയ്യുള്ളൂ എന്ന് സർക്കാർ പറയുകയും ഈ സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത സർക്കാർ, ആ കണ്ണിൽ ചോരയില്ലാത്ത സർക്കാരിനെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വീടാന്തരം കയറിയിറങ്ങി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ സംഭവവും ഉണ്ടായത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഒരു പ്രളയവും ഒരു കോവിഡുമായി ജനങ്ങളെ ഏറെ പ്രയാസപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ വിദ്യുച്ഛക്തി ചാർജും അതുപോലെ മറ്റുള്ള ഗവൺമെന്റ് ടാക്സും എല്ലാം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അവരെടുത്ത ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട് തൊഴിലില്ലായ്മയുടെ പേരിൽ അദ്ദേഹം ചെയ്തിരുന്ന ജോലി പോലും കൃത്യമായി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു 15 ദിവസം കാലാവധി ചോദിച്ചിട്ട് അതുപോലും നൽകാതെ ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഈ കേരള ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ഇവിടെ മരിക്കാനുണ്ടായ സാഹചര്യം. ഗവൺമെന്റ് തന്നെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പല പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് ഗവൺമെന്റ് പണം എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പോലും 1,75,00,000 രൂപ സർക്കാർ, ജില്ലാ പഞ്ചായത്തും മറ്റ് ഇതര പഞ്ചായത്തുകളും അനുവദിച്ച അക്കൗണ്ടിൽ നിന്ന് സർക്കാർ തിരികെ വാങ്ങിയിരിക്കുന്നു. നമുക്ക് പുളിയണത്തിൽ പണിയേണ്ട ക്രിമിറ്റോറിയം, ആ ക്രിമിറ്റോറിയം പണിയാൻ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക പോലും സർക്കാരിന് ഫണ്ടില്ലാതെ തിരിച്ചു വാങ്ങുന്ന
തിരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് ഇവിടെ ഒരു ബാങ്ക്, ആ ബാങ്കിന്റെ പണം തിരിച്ചു പിടിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഒരു ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കേണ്ട എന്ന് പറയുന്ന പാർട്ടിയല്ല. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നയവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയവും. പക്ഷേ ഇവിടെ ഒരു നിസ്സഹായാവസ്ഥ ബാങ്കിനെ അറിയിക്കുമ്പോൾ അതിനുള്ള കാലതാമസം നൽകാതെ അവരുടെ പിന്നാലെ നടന്ന് അവരെ കൂടുതൽ പ്രയാസപ്പെടുത്തി മനപ്രയാസത്തിലേക്ക് നീക്കി ആ ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ ചെറുപ്പക്കാരൻ മരിച്ച ഈ സാഹചര്യത്തെ അന്വേഷിച്ച് അതിന് തത്വ നടപടികൾ ഉണ്ടാക്കണം എന്ന് ഈ തരുണത്തിൽ ഈ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എത്രയെത്ര കേസുകൾ, എത്രയോ ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്തു. ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുമ്പോൾ സർക്കാർ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സാധാരണക്കാരോടുള്ള ഏറ്റവും ഒരു വലിയ മോശമായ പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കറിയാം എത്രയോ ആളുകൾ ഇവിടെ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയാണ് AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ ആ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ആളുകൾ നിക്ഷേപിച്ച് അവരുടെ മക്കളുടെ വിവാഹത്തിന്, അല്ലെങ്കിൽ പഠിപ്പിന്, അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യം എന്ന നിലയിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പല ആളുകൾ ഈ പറയുന്ന കരുവന്നൂർ ബാങ്ക് പോലെയുള്ള പല ബാങ്കുകളിലും കൊണ്ടുപോയി നിക്ഷേപിച്ചു. പക്ഷേ അവരൊക്കെ അത് എടുക്കാൻ ചെന്നപ്പോഴാണ് അവർ സത്യം അറിയുന്നത്, ഒരു രൂപ പോലും അവിടെയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ്, നമ്മൾ പണ്ട് കാരണവന്മാർ പറയും കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ പഠിച്ചെന്ന്. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഇവിടുത്തെ സർക്കാർ തരും, ബാങ്കുകൾ തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ആ പണമൊന്നും കാണുന്നില്ല. എത്രയോ ആളുകളാണ്, നമ്മൾ എത്രയോ നാളുകളായി ഇവിടെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ശ്രീ ഗോപി കോട്ടമുറ, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അദ്ദേഹം അടക്കമുള്ള, അതുപോലെ തന്നെ മന്ത്രി വാസവൻ അടക്കമുള്ള സഹകരണ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കാര്യത്തിൽ അവർ നിയമ നടപടി പാലിക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇവിടെ മരിച്ചിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് മോഹങ്ങൾ, നമ്മളെയൊക്കെ പോലെ ഒരുപാട് മോഹങ്ങളുമായി ജീവിച്ച, നല്ല രീതിയിൽ ഒരു 2 കൊച്ചു പെൺകുട്ടികളുള്ള ഒരു 2 കൊച്ചു പെൺകുട്ടികളുടെ പിതാവാണ് ഈ പറയുന്ന മധുമോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇവിടെ സംഭവിച്ചത് അത് നമുക്കറിയാം, വ്യക്തമായി നമുക്കറിയാം. 15 ദിവസം, ഈ 15 ദിവസം കൊണ്ട് ഇവിടെ ബാങ്ക് ഇടിഞ്ഞു വീഴോ? ഒരു ചെറുപ്പക്കാരൻ 15 ദിവസമാണ് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം സഹകരണ നിയമം അനുസരിച്ച് ഈ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോവാം. അതല്ലെങ്കിൽ ജില്ലാ കളക്ടർ, നമുക്കറിയാം ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടറെ കാണാം. അവിടെ നിന്ന് ഈ പറയുന്ന കോടതിക്ക് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ അദ്ദേഹത്തിന്റെ പണം തിരിച്ചടക്കുവാനുള്ള സംവിധാനം ചെയ്യാം. അതിന് പോലും സമയം കൊടുക്കാതെ അവിടെ കൊണ്ടുപോയി നോട്ടീസ് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരുടെ മാനേജർ അടക്കമുള്ള ആളുകളുടെ വലിയ വീഴ്ചയാണ്. ഇവിടെ പോലീസുകാരുണ്ട്. ബഹുമാനപ്പെട്ട ചെങ്ങമനാട് സർക്കിൾ ഇൻസ്പെക്ടർ സോണി മത്തായി അടക്കമുള്ളവരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഇത് അന്വേഷിക്കണം. ഇത് വെറുതെ അന്വേഷിച്ചാൽ പോരാ. ഈ ചെറുപ്പക്കാരൻ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പോലീസ് എന്ന് പറഞ്ഞ് ഞാൻ ആരെയും പോലീസുകാരെ കുറ്റം പറയുന്നതല്ല. പോലീസ് എന്ന് പറയുന്നത് നിയമ സംവിധാനങ്ങൾ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളും ഒക്കെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പണമാണ് ഈ കേരള ബാങ്കിലെ ജീവനക്കാരും പോലീസുകാരും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മാസം ശമ്പളമായി കിട്ടുന്നതെന്ന് ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർത്താൽ നല്ലതാണ്.
ഞാൻ കൂടുതലായിട്ടൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ ബഹുമാനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സുനിൽ ജെ അറക്കലാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ജില്ലയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ, 3 ആശുപത്രിയുടെ ചെയർമാൻ എന്ന നിലയിൽ, ആലുവ ആശുപത്രിയുടെ ചെയർമാൻ ഉൾപ്പെടെ എനിക്കറിയാം ഓരോ ആശുപത്രികളുടെ പ്രശ്നങ്ങൾ. ഇത്രക്ക് കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആലുവ ആശുപത്രി ജില്ലാ ആശുപത്രിയായി, നമുക്കറിയാം ആദ്യം താലൂക്ക് ആശുപത്രിയായിരുന്നു, അതിനുശേഷം ജില്ലാ ആശുപത്രിയായി ഉയർത്തി. നമുക്കറിയാം ജില്ലാ ആശുപത്രിയായി ഒരു ഹോസ്പിറ്റൽ അത് ഉയർത്തുമ്പോൾ അതിൻ്റെതായ സ്റ്റാഫ് പാറ്റേൺ വേണം. ഞാനും ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസും ഈ മന്ത്രിയുടെ ചേംബറിൽ പല പ്രാവശ്യം 2 വർഷങ്ങൾക്ക് മുമ്പ് 40 സ്റ്റാഫുകളാണ്, ഡോക്ടർമാർ ഉൾപ്പെടെ 40 പേരാണ് ആലുവ ആശുപത്രിയിൽ ഇപ്പോൾ കുറവ്. ഡോക്ടർമാരില്ല, സ്റ്റാഫ് നേഴ്സില്ല, ഫാർമസിസ്റ്റുകളില്ല, അറ്റൻഡർമാരില്ല, സെക്യൂരിറ്റികളില്ല, അതുപോലെ തന്നെ അവിടെ സ്വീപ്പർമാർ വരെ. എന്തിനു പറയണം, വൈകിട്ട് നമുക്കറിയാം ആലുവ ആശുപത്രി പോലുള്ള ആശുപത്രി രാത്രിയായാൽ ഏതാണ്ട് ഒരു 100ഓളം പേരാണ് ചികിത്സ തേടി ഒരു 7 മണി കഴിഞ്ഞാൽ വരുന്നത്. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, അവരൊക്കെ ആ വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഏതാണ്ട് 100ഓളം പേരിരിക്കുമ്പോ ഒരേ ഒരു ഡോക്ടറാണ് അവിടെ ഉള്ളത്. ഒരേ ഒരു ഡോക്ടർ. ഈ പാവപ്പെട്ട രോഗികളെ, നമുക്കറിയാം ഗവൺമെന്റ് ആശുപത്രിയിൽ ചെല്ലുന്നത് 90% പാവപ്പെട്ട ആളുകളാണ്. ഈ പാവപ്പെട്ട രോഗികൾ അവിടെ ചെല്ലുമ്പോ അപ്പോഴായിരിക്കും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മദ്യവെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ഒരു പ്രതി അവിടെ പോലീസ് കൊണ്ടുവരുന്നത്. ഒരു പോലീസ് അവിടെ ഈ പ്രതിയെ കൊണ്ടുവരുമ്പോ എത്ര നേരമാണ് ഈ പ്രതിയെ അദ്ദേഹത്തിന് ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, അദ്ദേഹത്തിന് മേത്തുള്ള അടയാളം രേഖപ്പെടുത്തണം. അങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോലീസ് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതി വരുമ്പോ ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ കൂടുതൽ. അപ്പോ 1/2 മണിക്കൂർ കൂടുതൽ അവിടെ ഈ ഡോക്ടർ ഈ ഒരാൾക്ക് വേണ്ടി, ഈ പ്രതിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ അവിടെ നിൽക്കുന്ന 100ഓളം വരുന്ന പാവപ്പെട്ട രോഗികൾ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, ഞങ്ങൾ NHMന്റെ ഫണ്ട് കൊണ്ട് കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ ചീഫ് ഫിസിഷ്യൻ ഇല്ല, എന്നിട്ടും ഞങ്ങൾ ഒരു ഫിസിഷ്യനെ NHMന്റെ ഫണ്ട് കൊണ്ട് വെച്ചു, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് ഫാർമസിസ്റ്റുകൾ വെച്ചു, സ്വീപ്പർമാരെ വെച്ചു, അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റുമാരെ വെച്ചു. പക്ഷേ ഞങ്ങൾക്കൊരു ഡോക്ടറെ ഇവിടെ നിന്ന് നിയമിക്കണം. ഞങ്ങൾക്ക് 40 ഒഴിവാണ് ഇപ്പോൾ ആലുവ ആശുപത്രിയിലുള്ളത്. ആ ആലുവ ആശുപത്രി 40 ഒഴിവുകളിൽ അത്യാവശ്യം വേണ്ട, പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു 15 പേരെ, ഒരു 3 ഡോക്ടർമാർ ഉൾപ്പെടെ 15 പേരെ, അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എല്ലാ ദിവസവും രാത്രി